أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإن أعرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود إذ جاءتهم الرسل من بين أيديهم ومن خلفهم ألا تعبدوا إلا الله قالوا لو شاء ربنا لأنزل ملائكة فإنا بما أرسلتم به كافرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1659 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുസിലത്തിലെ 13-14 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإن أعرضوا فقل أنذرتكم صاعقة مثل صاعقة عاد وثمود إذ جاءتهم الرسل من بين أيديهم ومن خلفهم ألا تعبدوا إلا الله قالوا لو شاء ربنا لأنزل ملائكة فإنا بما أرسلتم به كافرون. صدق الله العلي العظيم. സൂറത്ത് ഫുസ്സിലത്തിലെ 13-14 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം വിവരിച്ചപ്പോൾ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉത്ബത്ത് ബിനു റബീഅയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്ര സംഭവമാണത്. പല ചരിത്ര സ്രോതസ്സുകളിലും രേഖപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതി. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുക്കൽ ആയിരുന്നപ്പോൾ മറ്റൊരു ഭാഗത്ത് ഖുറൈശി പ്രമാണിമാരും ഇവർക്കിടയിൽ ആദർശപരമായ അകൽച്ച രൂപപ്പെട്ടുവെന്ന് അത് ശക്തി നേടിക്കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുതിയ അനുയായികൾ ഉണ്ടാകുന്നത് അവരെ ഏറെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണത്. അപ്പോ ഉത്ബത്ത് ബിനു റബീഅ കൂട്ടത്തില് മക്കയിലെ പ്രമാണിമാരുടെ കൂട്ടത്തിലെ പ്രമുഖനും അതുപോലെ കുറച്ച് സീനിയറായ ഒരാള് എന്നുള്ള നിലക്കൊക്കെ അവർക്കിടയിൽ ആദരണീയനായ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം കൂട്ടാളികളോടായിട്ട് ഒരു നിർദ്ദേശം വെക്കുന്നത്, മുഹമ്മദ് അവിടെ അതായിരിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിക്കുകയും അതിന്റെ ഫലമായിട്ട് ഇപ്പോ രൂപപ്പെട്ടു വരുന്ന നമുക്കിടയിലുള്ള ഈ അകൽച്ച ഇല്ലാണ്ടാക്കി യോജിപ്പിന്റെ ഒരു വഴി കണ്ടെത്താൻ കാരണം ആവുകയും ചെയ്യും, അല്ലെങ്കിൽ ആ വിധത്തിൽ ഒരു ശ്രമം നടത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൂട്ടുകാരോട് അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുന്നത്. അങ്ങനെ തുടർന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെല്ലുകയും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തപ്പോ അദ്ദേഹത്തെ ദൈവികമായിട്ട് തന്നെ ഈ പാരായണം കേൾപ്പിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയാത്തുകൾ, സൂറത്ത് ഫുസ്സിലത്തിലെ ഈ ആയാത്തുകൾ അദ്ദേഹത്തെ കേൾപ്പിക്കുകയാണ്.
ആ ആയാത്തുകളുടെ തുടർച്ചയായിട്ട് അദ്ദേഹം കേൾക്കുന്ന ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച 2 ആയത്തുകൾ, ഈ 13, 14 ആയത്തുകൾ അത് കേൾപ്പിച്ചപ്പോ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ പൊത്തിപ്പിടിച്ച ഒരു സംഭവം, തന്റെ ജനതയോട് കരുണ കാണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനി പാരായണം ചെയ്യേണ്ടതില്ല, തന്റെ സമൂഹത്തോട് കരുണ കാണിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ പൊത്തിപ്പിടിക്കുകയുണ്ടായത്. ഇങ്ങനെ ഒരു സംഭവം വിശുദ്ധ ഖുർആന്റെ വിവരണങ്ങൾ നൽകപ്പെടുന്ന സ്രോതസ്സുകളിലൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും ഈ ആയാത്തുകള് ആ നിലക്ക് കൂടി പ്രസക്തിയുള്ളതാണ് എന്നത് തുടക്കത്തിലൊന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഈ 2 ആയത്തുകള് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പ്രപഞ്ച സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ അടങ്ങിയിട്ടുള്ള ആയാത്തുകളുടെ തുടർച്ചയായിട്ട് ഈ കാര്യം പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ച സാകല്യത്തിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പും അവ മനുഷ്യനും ജീവജാലങ്ങൾക്കുമൊക്കെ വേണ്ട വിധത്തില് സജ്ജീകരിക്കപ്പെട്ട കാര്യവുമൊക്കെ സൂചിപ്പിച്ചിട്ടും അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാൻ ഇവര് സന്നദ്ധരാവുന്നില്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹുവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ കുറിച്ചും മനുഷ്യവാസത്തിന് യോജിക്കുന്ന വിധത്തിൽ ഭൂമിയെ സജ്ജമാക്കിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലെ സകല സംഗതികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു ആസൂത്രകനായ പ്രപഞ്ചനാഥനുണ്ട് എന്ന കാര്യം ഇവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അങ്ങനെ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങള് ഇത്രയും കൃത്യമായ സൂചന നൽകുന്നത് കേൾപ്പിച്ചിട്ടും അതിനോട് സൃഷ്ടിപരമായി പ്രതികരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ സന്നദ്ധരല്ലാത്ത ആളുകളുടെ കാര്യത്തിലാണ് തുടർന്ന് അള്ളാഹുവിടെ പറയുന്നത്. ഫൈൻ അറളു, അവര് തിരിഞ്ഞു കളയുകയാണെങ്കിൽ, വേണ്ട ശ്രദ്ധ നൽകാതെ ഈ പറഞ്ഞ കാര്യങ്ങളെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ സൃഷ്ടിപ്പ് സംബന്ധമായ അവയുടെ സൂചനകളെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ അവർ അവഗണിക്കുകയാണെങ്കിൽ, അതിന് വേണ്ട പരിഗണന കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് രൂപപ്പെടുത്തുന്നതിന് പകരം ഈ കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് ഒരു നിലക്കുമുള്ള തിരിച്ചറിവ് നൽകുന്നില്ല എന്ന വിധത്തില് അതിനെ അവര് അവഗണിക്കുകയാണെങ്കിൽ ഫഖുൽ, അവരോട് ഇങ്ങനെ പറഞ്ഞേക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഫൈൻ അറളു, അവര് തിരിഞ്ഞു കളയുകയാണ്, അവർ അവഗണിക്കുകയാണ് എങ്കിൽ ഫഖുൽ, അവരോട് പ്രവാചകരെ താങ്കൾ പറയുക, അൻദർതുക്കും സായിഖതൻ മിസ്ല സായിഖതി ആദിം വ സമൂദ്, ആദിനെയും സമൂദിനെയും പിടികൂടിയ ദൈവിക ശിക്ഷ, ഒരു സായിഖത്ത്, അവര് തീരെ പ്രതീക്ഷിച്ചിരിക്കാത്തപ്പോ വളരെ പെട്ടെന്നായി വളരെ ധൃതിയിലായിട്ട് അവരെ പിടികൂടുകയുണ്ടായ ഒരു ശിക്ഷയുണ്ട് ആദ് സമൂഹത്തിന്റെ കാര്യത്തിലും സമൂദ് സമൂഹത്തിന്റെ കാര്യത്തിലും. മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടതും വലതുമായി സ്ഥിതി ചെയ്തിരുന്ന ഭൂപ്രദേശങ്ങളിൽ ആദിന്റെയും സമൂദിന്റെയും ആസാറുകള് അവര് നിത്യേന എന്നോണം കാണുന്നുണ്ടായിരുന്നു. സമൂദ് സമൂഹം മദായിൻ സാലിഹ് പ്രദേശത്തും അതുപോലെ അറേബ്യയുടെ തന്നെ മറ്റൊരു വശത്തായിട്ട് ആദ് സമൂഹത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ മക്കയിലെ ആളുകളുടെ പതിവ് യാത്രകൾക്കിടയിൽ അവര് കണ്ടുകൊണ്ടിരിക്കുന്ന ആസാറുകളാണ്,
കണ്ടുകൊണ്ടിരിക്കുന്ന അവശിഷ്ടങ്ങളാണ്, ചരിത്ര ശേഷിപ്പുകളാണ്. അപ്പൊ ആദും സമൂദും രണ്ട് സമൂഹങ്ങൾ അവരുടെ ഇടയിലേക്ക് നിയോഗിക്കപ്പെട്ട ദൈവിക ദൂതനോട് അവർ സ്വീകരിച്ച വളരെ നിഷേധാത്മകമായ നിലപാടിന്റെ ഫലമായി ദൈവിക നടപടി ഏറ്റുവാങ്ങേണ്ടി വന്ന സമൂഹങ്ങളാണിത് രണ്ടും, ആദും സമൂദും. രണ്ട് ഘട്ടങ്ങളിലാണ്, ഒരേ കാലഘട്ടത്തിലല്ല, രണ്ട് വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ. ചരിത്രപരമായി ആദാണ് ആദ്യത്തെ കൂട്ടരായിട്ട് പറയാൻ സാധിക്കുക. ആദ് സമൂഹം ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കപ്പെട്ടതിനെ തുടർന്നുള്ള കാലത്താണ് സമൂദ് സമൂഹം അറേബ്യയുടെ മറ്റൊരു ഭാഗത്ത് വളർച്ച പ്രാപിക്കുന്നതും കരുത്ത് നേടുന്നതും ഒക്കെ തന്നെ. ആദിയാത്ത് എന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പൗരാണികമായ സംഗതികളുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് ഇൽമുൽ ആദിയാത്ത് എന്നവർ പറയാറ്. അത് ആർക്കിയോളജിയൊക്കെ ആയിട്ട്, പുരാവസ്തു ഗവേഷണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠന മേഖല. അത് ഏറ്റവും പൗരാണികരായ കൂട്ടര്, അറേബ്യയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പൗരാണികരായ ആളുകൾ എന്ന നിലക്കാണ് അതിനെ അവര് പരാമർശിക്കാറുണ്ടായിരുന്നത്. അപ്പൊ ഈ രണ്ട് വിഭാഗങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന, വളരെ പെട്ടെന്ന് അവരെ പിടികൂടിയ ഒരു ദൈവിക ശിക്ഷ, ദൈവിക നടപടി. അതുപോലെയുള്ള ഒരു നടപടിയെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ താക്കീത് തന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് അള്ളാഹുവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചുമതലപ്പെടുത്തുന്നത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് സംബന്ധമായ കാര്യങ്ങൾ പോലും അവർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും പ്രയോജനകരമായി മാറുന്നില്ലെങ്കിൽ അവര് അത്തരം സംഗതികളെ പോലും അവഗണിച്ചുകൊണ്ടാണ് നീങ്ങുന്നതെങ്കിൽ അവരോട് പറയുക, അന്തർത്തുക്കും, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, താക്കീത് നൽകുകയുണ്ടായിട്ടുണ്ട്. സ്വാഇഖത്തൻ, നിങ്ങളെ പിടികൂടാനിരിക്കുന്ന ഒരു ശിക്ഷയുടെ കാര്യത്തിൽ, ഒരു വളരെ പെട്ടെന്ന് വന്നു ചേരുന്ന ഒരു ദൈവിക നടപടിയുടെ സാധ്യതയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. എങ്ങനെയുള്ള ശിക്ഷയാണത്? മിസ്ല സ്വാഇഖത്തി ആദിം വ സമൂദ്, ആദ് സമൂഹത്തെയും സമൂദ് സമൂഹത്തെയും പിടികൂടിയ, വളരെ പെട്ടെന്ന് വന്നു ചേർന്ന, സൂചനകളൊന്നും ഇല്ലാതെ തന്നെ അവരെ പിടികൂടി കളഞ്ഞ ആ ശിക്ഷ പോലെയുള്ള ഒരു ദൈവിക നടപടി നിങ്ങളുടെ കാര്യത്തിലും സംഭവിക്കാം എന്ന ഒരു താക്കീത് ഞാൻ നിങ്ങൾക്ക് ഇതിനകം നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞേക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാചക ദൗത്യത്തിന്റെ സന്ദേശം അടങ്ങിയ ആ അടിസ്ഥാന കാര്യങ്ങൾ അവരുമായി പങ്കുവെക്കപ്പെട്ടു കഴിഞ്ഞു. അതിനുള്ള തെളിവുകള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് ഉൾപ്പെടെയുള്ള തെളിവുകളുടെ ഒരു നിര തന്നെ അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു താക്കീത് നൽകുക മാത്രമാണ് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ അവശേഷിക്കുന്നത് എന്ന കാര്യമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കേൾപ്പിക്കുന്നത്. അവരോട് ഈ ഒരു കാര്യം പറഞ്ഞേക്കുക എന്നാണ് പറയുന്നത്. ആദ് സമൂദ് സമൂഹങ്ങളെ പിടികൂടിയ, വളരെ അപ്രതീക്ഷിതമായി തന്നെ അവരുടെ മേൽ വന്നു പതിച്ച ആ ദൈവിക ശിക്ഷയുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു ശിക്ഷയെക്കുറിച്ച് ഞാനിതാ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന് അവരോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇവിടെ ചുമതലപ്പെടുത്തുകയാണ്. അപ്പൊ ആ സംഭവത്തെ കൂടുതലായിട്ട് അള്ളാഹു വിവരിക്കുകയാണ്. ആദ് സമൂദ് സമൂഹം ഏതു വിധത്തിലാണ് ദൈവിക നടപടിക്ക് വിധേയമായത് എന്നതാണ് തുടർന്ന് 14-ാമത്തെ ആയത്തിൽ വിശദമാക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അതിനെ തുടർന്നുള്ള ആയത്തുകളിലും വരുന്നുണ്ട്. അപ്പൊ ഇത് ജാഅതുഹുമുർ റുസുലു, അവരുടെ അടുക്കൽ ദൈവിക ദൂതന്മാർ കടന്നു വരികയുണ്ടായി. മിൻ ബൈനി ഐദീഹിം വ മിൻ ഖൽഫിഹിം,
അവരുടെ മുൻവശത്തു കൂടിയും പിൻവശത്തു കൂടിയും ഒക്കെ ദൈവിക ദൂതന്മാർ അവരുടെ അടുക്കലേക്ക് വരികയുണ്ടായി. എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും വളരെ അവിചാരിതമായി ഒരു സന്ദർഭത്തിൽ ഒരു താക്കീതുകാരനായി ഒരാള് അവരുടെ മുന്നിൽ എത്തിപ്പെട്ടു, വളരെ കുറഞ്ഞ സമയം അവർക്കിടയിൽ തങ്ങി പോയി കളഞ്ഞു എന്ന വിധത്തിലൊന്നുമല്ല, മറിച്ച് നിരന്തരമായ താക്കീതാണ് അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവര് ദൂതന്മാർ അവരുടെ മുൻവശത്തുകൂടിയും പിൻവശത്തുകൂടിയും അവരുടെ അടുക്കലേക്ക് എത്തി എന്ന് പറയുമ്പോ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമായി ദൂതന്മാർ അവരുടെ ദൗത്യം, അവരുടെ സന്ദേശവുമായി അവരുടെ ഈ ആളുകളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് നിർവഹിച്ചു കൊണ്ടിരുന്നു. വേണമെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി ധാരാളം ദൂതന്മാർ അവരുടെ അടുക്കലേക്ക് എത്തി എന്ന് മനസ്സിലാക്കാം. ഇനി അതല്ലെങ്കിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലായിട്ട് പല ദൂതന്മാരും അവരുടെ അടുക്കൽ വരികയുണ്ടായി എന്ന കാര്യം സൂചിപ്പിക്കുന്നതായി മനസ്സിലാക്കാം. ഇനി അതുമല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട ദൂതന്മാരും അങ്ങനെ ഇവരുടെ നാട്ടിലേക്ക് തന്നെ നിയോഗിച്ചയക്കപ്പെട്ടിരുന്ന ദൂതന്മാരും ഒക്കെ അവരുടെ അടുക്കൽ വരികയുണ്ടായതാണ്. അപ്പോ അവരുടെ മുൻവശത്തു കൂടിയും പിൻവശത്തു കൂടിയുമായി ദൂതന്മാർ അവരുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നത് സൂചിപ്പിക്കുന്നത് പഴുതടച്ച വിധത്തിലുള്ള ഒരു ന്യായം പൂർത്തീകരിക്കപ്പെടുകയുണ്ടായി എന്ന കാര്യം വ്യക്തമാക്കുന്നതിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദിന്റെയും സമൂദിന്റെയും കാര്യത്തില് ഞങ്ങള് ദൂതന്മാരെ കാണുകയുണ്ടായില്ല, ദൂതന്മാർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല, അവര് ഞങ്ങളുടെ ഇടയിൽ വന്നത് തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നൊന്നും അവർക്ക് പറയാൻ കഴിയില്ല. അവരുടെ മുന്നിലും പിന്നിലുമായി ദൂതന്മാർ നിരന്തരം അവരുടെ അടുക്കല് ദൈവിക സന്ദേശവുമായിട്ട് വരികയായിരുന്നു. ഇത് ജാഅതുഹുമുർ റുസുലു മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം. ഇത് ദൂതന്മാര് തുടരെ വന്നു എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ദൈവിക ദൂതന്മാരായ പ്രവാചകന്മാരാവണമെന്നില്ല. പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ തുടർച്ചയായിട്ട് അവരുടെ ദൗത്യം അവർക്കിടയിൽ ദൈവിക സന്ദേശം നൽകുന്ന ദൗത്യം നിർവഹിച്ച അവരുടെ പിൻഗാമികളും ആവാം. രണ്ടായാലും ദൈവിക സന്ദേശം അവരെ കേൾപ്പിക്കുന്നതിനും അത് സംബന്ധമായി അവരെ നിരന്തരം ഉണർത്തുന്നതിനുമൊക്കെയായി തുടരെ നിരന്തരമായി മുൻഭാഗത്തുനിന്നും പിൻഭാഗത്തുനിന്നുമായി അല്ലെങ്കിൽ എല്ലാ വശങ്ങളിൽ നിന്നുമായി ദൂതന്മാർ അവരുടെ അടുക്കൽ വരികയുണ്ടായതാണ്. സമീപ നാടുകളിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട ദൂതന്മാർ വരെ അവരുടെ അടുക്കലേക്ക് താക്കീതുകാരായി എത്തിയിട്ടുണ്ടായിരുന്നു എന്നും മനസ്സിലാക്കാം. അപ്പോ ആ ദൂതന്മാർ അവരോട് പറഞ്ഞ കാര്യം അല്ലാ തഅ്ബുദു ഇല്ലല്ലാഹ്, പ്രപഞ്ചനാഥനായ അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിയെയും നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, മറ്റൊരു ശക്തിക്കും വിധേയപ്പെടരുത്, ആരാധിക്കരുത്, ആ പൂർണ്ണമായ അർത്ഥത്തിലുള്ള അനുസരണം അവർക്കൊന്നും നൽകരുത് എന്ന കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടാണ് ദൂതന്മാർ അവരുടെ അടുക്കലേക്ക് വരികയുണ്ടായത്. അല്ലാ തഅ്ബുദു ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റാരെയും ഇബാദത്ത് ചെയ്യരുത് എന്നാണ് അവർ പറയുകയുണ്ടായത്. അപ്പൊ ഖാലു, അവരുടെ മറുപടി, ആദ് സമൂദ് സമൂഹങ്ങളുടെ മറുപടി ഇതായിരുന്നു. ഖാലു ലൗ ശാഅ റബ്ബുന, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അൻസല മലായികതൻ, അവൻ മലക്കുകളെ അയക്കുമായിരുന്നു, ഇറക്കുമായിരുന്നു. ഞങ്ങള് ഇപ്പൊ പിന്തുടർന്നു വരുന്ന ജീവിത രീതി കൈവെടിഞ്ഞുകൊണ്ട് ഈ വിശ്വാസവും ഈ ആചാരവും ഈ രീതികളും ഒക്കെ കൈവെടിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന മാർഗത്തിലാണ് ഞങ്ങൾ വരേണ്ടത് ഉണ്ടായിരുന്നതെങ്കിൽ, അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവൻ നിങ്ങളെ ആകുമായിരുന്നില്ല, ഒരു മലക്കിനെ അല്ലെങ്കിൽ മലക്കുകളെ തന്നെ ആകുമായിരുന്നു ഞങ്ങളിലേക്ക് ദൂതന്മാരായിട്ട് അയക്കുക ഉണ്ടായിരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഞങ്ങള് ഇപ്പൊ പിന്തുടർന്നു വരുന്ന ജീവിത രീതി അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിത സരണി
കൈയൊഴിച്ച് നിങ്ങൾ ഈ പറയുന്നതിലേക്ക് വരാൻ യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വലൗഷാ റബ്ബുന, ഞങ്ങളുടെ റബ്ബിന് അങ്ങനെ ഒരു മശീഅത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവൻ അൻസല മലായിക, അവൻ മലക്കുകളെ തന്നെ അയക്കുമായിരുന്നു. നിങ്ങൾ മനുഷ്യരാണല്ലോ, നിങ്ങൾ മലക്കുകളല്ല, മനുഷ്യരാണ്. അപ്പോ മനുഷ്യരായ നിങ്ങളെ ആകുമായിരുന്നില്ല, മറിച്ച് അള്ളാഹു ഞങ്ങളെ പരിവർത്തിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അവൻ മലക്കുകളെയായിരുന്നു അയക്കുകയുണ്ടായിരുന്നത് എന്നാണ് അവര് ആ സന്ദർഭത്തിൽ പറയുന്നത്. ഫഇന്ന ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ നിങ്ങൾ എന്തൊരു സംഗതിയുമായിട്ടാണോ വന്നിരിക്കുന്നത്, ഞങ്ങൾ അതിനെ നിഷേധിക്കുകയാണ്, തള്ളിക്കളയുകയാണ്. ഇതാണ് അവരുടെ ഉറച്ച നിലപാടായിട്ട് അവര് വ്യക്തമാക്കുകയുണ്ടായത്. ഞങ്ങളിപ്പോ പിന്തുടരുന്ന വഴി ശരിയല്ല, ആ വഴി ഞങ്ങൾ കൈവെടിഞ്ഞ് നിങ്ങൾ പറയുന്ന പോലെയുള്ള ഒരു മാർഗത്തിലേക്ക് പ്രവേശിക്കണം എന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആ ഒരു കാര്യം നിർവഹിക്കാനായി ഞങ്ങളുടെ അടുക്കലേക്ക് മലക്കുകളെ, മാലാഖമാരെ അയക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ മാലാഖമാരല്ല, നിങ്ങൾ ഞങ്ങളെ പോലെയുള്ള മനുഷ്യരാണ്. അത് സൂചിപ്പിക്കുന്നത് തന്നെ അള്ളാഹു ഞങ്ങളെ ആ വിധത്തില് ഒരു പരിവർത്തനത്തിന് വിധേയമാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ്. എന്തായാലും മലക്കുകളൊന്നും ഞങ്ങളുടെ അടുക്കലേക്ക് ഇക്കാര്യം പറയുന്നവരായി വന്നിട്ടില്ല എന്നതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അള്ളാഹു ഞങ്ങളെ ഈ വഴി ശരിയല്ല എന്ന നിലക്ക് മറ്റൊരു വഴിയിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ്. അതിനാൽ തന്നെ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, നിങ്ങൾ ഏതൊന്നുമായിട്ടാണോ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരു സംഗതിയെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങളത് വിശ്വസിക്കാൻ സന്നദ്ധരല്ല, ഞങ്ങളത് കൈവെടിയുകയാണ്. ഇതാണ് ഈ ആളുകൾ, ആദ് സമൂഹത്തിലെ ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിലെ ആളുകൾ, അല്ലെങ്കിൽ ഈ രണ്ട് സമൂഹങ്ങളും ഒരുപോലെ തങ്ങളുടെ അടുക്കലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരോട് പറയുകയുണ്ടായത്. നിങ്ങള് മനുഷ്യര് മാത്രല്ല, ഞങ്ങള് പിന്തുടരുന്ന ഈ ജീവിത സരണി ശരിയല്ല, മറ്റൊന്നാണ് ശരി, ഞങ്ങൾ അതിലേക്ക് മാറേണ്ടതുണ്ട് എന്നതാണ് വസ്തുതയെങ്കിൽ, അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ അടുക്കലേക്ക് അക്കാര്യം പറയുന്നതിന് വേണ്ടി മലക്കുകൾ തന്നെ വരുമായിരുന്നു. പക്ഷെ മലക്കുകൾ വന്നിട്ടില്ല, നിങ്ങളാണ് വന്നിട്ടുള്ളത്, നിങ്ങളും മനുഷ്യരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തുമായിട്ടാണോ വന്നിട്ടുള്ളത് അതിനെ അംഗീകരിക്കാൻ ഞങ്ങള് സന്നദ്ധരല്ല. കാരണം ഞങ്ങൾ ആ വിധത്തിൽ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോവുക എന്നത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിർവഹിക്കാനായിട്ട് അവൻ മലക്കുകളെ ഞങ്ങളുടെ അടുക്കലേക്ക് അയക്കുമായിരുന്നു എന്നാണ് അവര് പറയുകയുണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾ നിർവ്യാജം, നിസ്സങ്കോചം നിങ്ങളെ തള്ളിക്കളയുകയാണ്. ഇതാണ് അവര് മുഖത്തടിച്ച പോലെ ദൂതന്മാരോട് പറയുകയുണ്ടായ കാര്യം. ഫഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. ഈ ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അവര് നെഞ്ചേറ്റി വന്ന ഒരു ദൗത്യം, അള്ളാഹു തിരഞ്ഞെടുത്ത പ്രവാചകന്മാരെന്ന നിലക്ക് അവരെ അള്ളാഹു ചുമതലപ്പെടുത്തിയ ആ ദൗത്യം, ഒരു ആദർശ അടിത്തറയുള്ള ആ ദൗത്യം, അത് നിർവഹിക്കപ്പെടുമ്പോ അതിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ തള്ളിക്കളയുന്ന നിലപാട്, അതും വളരെ പരസ്യമായി, നിർവ്യാജമായി അല്ലെങ്കിൽ നിസ്സങ്കോചം അതിനെ തള്ളിക്കളയുന്ന ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രവാചകന്മാർ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും അവർക്കത് കടുത്ത വേദനയും മനക്ലേശവും സൃഷ്ടിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. ആദും സമൂദും പക്ഷേ വളരെ യാതൊരു പരിഗണനയും ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെ നിർദ്ദയം തങ്ങളുടെ അടുക്കലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട ദൂതന്മാരെ അവഗണിക്കുകയായിരുന്നു, തള്ളിക്കളയുകയായിരുന്നു,
നിഷേധിക്കുകയായിരുന്നു. ഇതാണ് അവർ സ്വീകരിച്ച നിലപാട്. അപ്പോ ഈ ആളുകളുടെ കാര്യത്തില്, മക്കയിലെ ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ് ഉൾപ്പെടെയുള്ള അതിന്റെ പല ഘട്ടങ്ങളും അതിന്റെ സൃഷ്ടിപ്പിന്റെ രീതിയും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെയും അവരുമായി പങ്കുവച്ചതിന് ശേഷവും അത്തരം യാഥാർത്ഥ്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ദൂതന്മാരുടെ സന്ദേശത്തെ അവര് അവഗണിക്കുകയാണെങ്കിൽ അവരോട് ഒരു കാര്യം വ്യക്തമാക്കാനാണ് ഇവിടെ അള്ളാഹു തന്റെ പ്രവാചകനോടായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആദിനെയും സമൂദിനെയും പിടികൂടിയ ആ കടുത്ത ദൈവിക നടപടി, അങ്ങനെ ഒരു നടപടിയുടെ സാധ്യത നിങ്ങളുടെ കാര്യത്തിലും ഉണ്ട് എന്ന ഒരു താക്കീത് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വാചകം ഉരുവിട്ടപ്പോഴാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉത്ബത്ത് ബിൻ റബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ പൊത്തിപ്പിടിക്കാൻ എണീറ്റ് അദ്ദേഹത്തിന്റെ മുഖം കൈകൾ കൊണ്ട് പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ ഈ താക്കീത് വളരെ കടുപ്പമുള്ള ഒരു താക്കീതാണ്. അതിന്റെ പ്രത്യാഘാതം വളരെ വൈകാതെ തന്നെ ആ നാട്ടിലെ ആളുകൾ അറിയേണ്ടി വരും എന്ന ഒരു ബോധ്യമാണ് ഈ ഘട്ടത്തില് ഉത്ബത്ത് ബിൻ റബിയക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസ മാർഗത്തിലേക്ക് മനസ്സ് വളരെയേറെ ചായ്ഞ്ഞ ഒരവസ്ഥയിലാണ് അയാള് മക്കയിലെ പ്രമാണിമാരുടെ അടുക്കലേക്ക് തിരിച്ചു പോകുന്നതൊക്കെ തന്നെ. ഈ മുഹമ്മദ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി വലിയ ചലനം ഉണ്ടാക്കും സമൂഹത്തിൽ, അത് രക്തം പൊടിയാൻ കാരണമാക്കും. അപ്പോ അന്യദേശക്കാരായ ആളുകൾ മുഹമ്മദിനെ നേരിടുകയും മുഹമ്മദ് പരാജയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവനെ കൊണ്ടുള്ള ശല്യം ഒഴിവായി കിട്ടും. ഇനി അതല്ല, മുഹമ്മദ് അവരെ ജയിച്ചടക്കുകയാണെങ്കിൽ മുഹമ്മദിന്റെ വിജയത്തിന്റെ നേട്ടങ്ങളുടെ അവകാശികളായിട്ട് നമുക്കും അവനോടൊപ്പം കൂടാം എന്ന ഒരു കാര്യം കൂടി ഉത്ബ അവരോട് ആ ഘട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷെ മക്കയിലെ ആളുകൾക്ക് അത് വളരെ അസ്വീകാര്യമായിരുന്നു എന്ന് മാത്രമല്ല, അവര് അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട്. നീ മുഹമ്മദിന്റെ ആളായി മാറിയോ ഇത്ര വേഗം എന്നുള്ള നിലക്ക്. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പാതയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടൊന്നുമില്ല. മക്കയിലെ പ്രമാണിമാർ അതിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവരോടൊപ്പം താനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയിലേക്ക് പ്രവേശിക്കാൻ ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു അദ്ദേഹം മാനസികമായി ഉണ്ടായിരുന്നത്. അപ്പോ ഈ സംഭവത്തിന്റെ ഈ ചരിത്ര പശ്ചാത്തലമാണ് ഈ ഉത്ബത്ത് ബിൻ റബിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചിട്ടുള്ള ഈ കാര്യം. അപ്പോ സമൂദിനെയും ആദിനെയും പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിടെ പറയുന്നത്, നിരന്തരമായി ദൈവിക സന്ദേശവുമായി അവരിലേക്ക് ദൂതന്മാര് വരികയുണ്ടായി. അത് അവരിലേക്ക് നിയോഗിക്കപ്പെട്ടപ്പോ ഹൂദ് അലൈഹിസ്സലാം ആദ് സമൂഹത്തിന്റെ കാര്യത്തില്, അതുപോലെ സമൂദ് സമൂഹത്തിന്റെ കാര്യത്തില് സ്വാലിഹ് അലൈഹിസ്സലാം, ഇവര് മാത്രമാവണമെന്നില്ല. ആ ദൂതന്മാരുടെ കൂടെ ദൈവിക സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മാർഗത്തിൽ നിലക്കൊണ്ട, ആ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് രംഗത്ത് വന്ന ആളുകളെ കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാം. അപ്പോ നിരന്തരമായി ഈ കാര്യം അവരെ ഉണർത്തുകയുണ്ടായിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ദൂതന്മാർ അവരെ ഈ കാര്യങ്ങൾ കേൾപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അവരുടെ മുൻഭാഗത്തു കൂടി പലരും കടന്നു വന്ന് അവരോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരുടെ പുറകുവശത്തൂടെയായി പലരും അവരുടെ അടുക്കലേക്ക് ഈ സന്ദേശമായിട്ട് എത്തിയിട്ടുണ്ട്. അവരുടെ നാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ടവരുണ്ടായിട്ടുണ്ട്. സമീപ ഭൂപ്രദേശങ്ങളിൽ ഈ ദൈവിക ദൗത്യം നിർവഹിച്ച ആളുകളും അവരോട് ഉണർത്തിയിട്ടുണ്ട്. ഇതാണ് അവരുടെ കാര്യത്തിൽ ഉണ്ടായ വസ്തുത. എന്നാൽ അവര് പറഞ്ഞത്, ഞങ്ങള് ഇപ്പോ പിന്തുടരുന്ന ഈ മാർഗത്തിന് കുഴപ്പമൊന്നുമില്ല,
അതങ്ങനെ മോശപ്പെട്ട ഒരു മാർഗമാണെങ്കിൽ ഞങ്ങളത് ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ അവൻ അതെന്നെ നടപ്പിലാക്കുമായിരുന്നു. അതിനുവേണ്ടി അവൻ മലക്കുകളെ ദൂതന്മാരായിട്ട് അയക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ വ്യാജമായ സന്ദേശവുമായി വന്ന ആളുകളാണ്, നിങ്ങൾ ദൈവിക ദൂതന്മാരല്ല, ഞങ്ങൾ നിങ്ങളെ നിഷേധിക്കുകയാണ് എന്നാണ് അവർ പരസ്യമായിട്ട് പറയുകയുണ്ടായത്. ഫഇന്നാ ബിക്കും ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ എന്നാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ അവർ പറയുന്നതായിട്ട് അള്ളാഹു രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ എന്തൊന്നുമായിട്ടാണോ വന്നിരിക്കുന്നത്, എന്തൊരു ദൈവിക സന്ദേശവുമായിട്ടാണോ കടന്നു വന്നിരിക്കുന്നത്, ആ സന്ദേശത്തെ അംഗീകരിക്കുന്നവരല്ല ഞങ്ങൾ അതിനെ തള്ളിക്കളയുകയാണ് എന്നാണ് അവർ പരസ്യമായിട്ട് ആ ഘട്ടത്തിൽ പറയുകയുണ്ടായത്. അപ്പോ പ്രകൃതിയിലെ അല്ലെങ്കിൽ പ്രപഞ്ച സംവിധാനങ്ങളിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ ഏകത്വത്തെ ബോധ്യപ്പെടുത്തുന്ന പല സംഗതികളെയും പല സൂചനകളെയും ഇവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അള്ളാഹു ആദ്യമായി ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാൻ ഈ പ്രകൃതിയിലെ അടയാളങ്ങൾ തന്നെ ധാരാളം മതി. ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൈവിക പ്രതിഭാസങ്ങൾ തന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് ധാരാളം മതി. അതിനെ തുടർന്ന് പിന്നെ ചരിത്ര സംഭവങ്ങൾ കേൾപ്പിക്കുന്നതിന്റെ താല്പര്യം ഇതേപോലെയുള്ള ദൗത്യ നിർവഹണത്തിന് അള്ളാഹു തെരഞ്ഞെടുത്ത സമൂഹങ്ങൾ, ആ സമൂഹങ്ങൾ അതിനോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചപ്പോ അതിനെ തുടർന്ന് എന്തു വിധത്തിലുള്ള പരിണതിയാണ്, ആക്ഷേപത്താണ് അവരെ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന ചരിത്ര പാഠം അവർക്കൊരു പക്ഷേ പ്രയോജനം ചെയ്തേക്കും എന്ന നിലക്കാണ് അവരോട് ഈ താക്കീതിന്റെ കാര്യങ്ങൾ അള്ളാഹു ഇവിടെ പറയുന്നത്. അവര് പ്രകൃതി പ്രതിഭാസങ്ങളായ ആയാത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ ചരിത്രത്തിൽ നിന്നെങ്കിലും അവര് പാഠം ഉൾക്കൊള്ളട്ടെ എന്ന ഒരു താല്പര്യം അതിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.